ഹലോ ഫ്രണ്ട്സ്, ക്രിമിനോളജിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്രൈം വിത്തൗട്ട് എ വിക്ടിം. ഒരു വിക്ടിം ഇല്ലാത്ത ക്രൈം ആയിരിക്കും. ഇവിടെ അഡിക്റ്റ് തന്നെയായിരിക്കും എന്തായിട്ട് മാറുന്നത്? വിക്ടിമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് വിക്ടിംലെസ് ക്രൈമാണ്. ഇത് പബ്ലിക് ഓർഡർ ക്രൈംസ് അല്ലെങ്കിൽ കോൺസെൻഷ്വൽ ക്രൈംസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ വരുന്നത്. ഇവിടെ സെക്കൻഡറി വിക്ടിംസ് ആണ് വരുന്നത്. സെക്കൻഡറി വിക്ടിംസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഫാമിലി, ഡിപ്പെൻഡൻസ്, ഫ്രണ്ട്സ്, അക്വിൻറ്റൻസ് ഇവരൊക്കെയാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു ക്രൈമോ അല്ലെങ്കിൽ ഒരു ഡിസീസോ ആണ്. ഇത് കോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ആൽക്കഹോളിക് ബീവറേജസ് ഒരു കൺട്രോൾ ഇല്ലാതെ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഇവിടെ ആൽക്കഹോളിസം ഉണ്ടാകുന്നത്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഒറിജിനിൽ വരുന്നതാണ്. ബട്ട് ഇറ്റ് ഹാസ് ബിക്കം എ ഗ്രേറ്റ് പ്രോബ്ലം ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. പണ്ട് തൊട്ടേ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഈ പുതിയ കാലത്ത് ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് ഡ്രഗ് അഡിക്ഷൻ മാറിയിട്ടുണ്ട്. ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ബിഹേവിയറുമായിട്ട് ക്ലോസ് കണക്ഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ദീസ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ദ ഹ്യൂമൻ ക്യാരക്ടർ. ഒരു ഹ്യൂമൻ ക്യാരക്ടറിൻ്റെ വീക്ക്നെസ് കാണിക്കുന്നതാണ് ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ആൽക്കഹോൾ ജനറലി എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വലിനെ മാത്രമല്ല സൊസൈറ്റിയും കൂടെയാണ് ഡാമേജ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഇതിന് കുറച്ച് പോസിറ്റീവ് ഇഫക്റ്റും കൂടിയുണ്ട്. എന്താണ് ഇവിടെ പറയുന്ന പോസിറ്റീവ് ഇഫക്റ്റുകൾ? ആൽക്കഹോളിസത്തിന് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ ഗിൽറ്റി ഫീലിംഗ്, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷനൊക്കെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഇഫക്റ്റാണ് കൂടുതൽ സീരിയസ് ആയിട്ടുള്ളത്. നെഗറ്റീവ് ഇഫക്റ്റ് എന്തൊക്കെയാണ്? ഹെൽത്ത് ഇഷ്യൂസിനെ ബാധിക്കുന്നു, മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു, അതുപോലെ മോറൽ ഹെൽത്തിനെ ബാധിക്കുന്നു. ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറേ ഡിസീസസ് ആയിട്ടുള്ള ലിവർ സിറോസിസ്, അതുപോലെ ഡിമിനിഷിങ് ലിബിഡോയോ അല്ലെങ്കിൽ ഡെലീറിയം ട്രെമൻസ് എന്ന തുടങ്ങിയ അസുഖങ്ങൾ ഈ എക്സസീവ് ഡ്രിങ്കിങ്ങിൽ നിന്നും വരുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലിയും സൊസൈറ്റിയെയും നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ആൽക്കഹോളിസത്തിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എക്സസീവായിട്ടും അതുപോലെ തന്നെ പ്രൊലോങ്ങുമായിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 2 തരത്തിലാണ് ഇതുള്ളത്. ഏതൊക്കെയാണ് ആൽക്കഹോളിസത്തിൻ്റെ 2 ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്ന് ആൽക്കഹോൾ അഡിക്ട്സും, 2 ഏതാണ്? ഹാബിച്വൽ എക്സസീവ് ഡ്രിങ്കേഴ്സും. ആൽക്കഹോൾ അഡിക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ അഡിക്റ്റീവ് ഒരു ഡിസീസാണ് ആൽക്കഹോൾ അഡിക്ട്സ് എന്ന് പറയുന്നത്. ഹാബിച്വൽ എക്സസീവ് ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നത് ഒരു നോൺ അഡിക്റ്റീവ് ആൽക്കഹോളിസമാണ്. അതുപോലെ തന്നെ ഇതിനെ ഡിസീസ് എന്ന് പറയാൻ എന്താണ് കാരണം? ഒരാൾക്ക് അവരുടെ വില്ല് നഷ്ടപ്പെടുകയും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഒരു നോൺ അഡിക്റ്റീവ് ആൽക്കഹോളിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിക്കായിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. ഹിസ് ഡിസീസ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് മോസ്റ്റ് എക്സസീവ് ഡ്രിങ്കിങ്. അതുപോലെ തന്നെ കൂടുതൽ ഈ അഡിക്റ്റഡ് ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നത് ആദ്യമേ തുടക്കകാലത്തിൽ അവർ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ് ആയിരിക്കാം. ചിലപ്പം എന്തെങ്കിലും ചെറിയ പരിപാടികൾക്ക് ഫ്രണ്ട്സുമായിട്ട് കൂടുമ്പോഴൊക്കെ അവർ കുടിച്ചു തുടങ്ങുന്നതായിരിക്കാം. പക്ഷെ പിന്നീട് അതെന്താകുന്നു? അവർ ഈ ഡ്രിങ്കിങ്ങിലേക്ക് അഡിക്റ്റ് ആകുന്നു. അതുപോലെ തന്നെ ഈ അഡിക്റ്റഡ് ഡ്രിങ്കേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ലോസ് ഓഫ് പവർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഒരു കാര്യം ജഡ്ജ് ചെയ്യാനുള്ള ആ ഒരു പവർ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ആൻഡ് ബിക്കം നോട്ട് ആക്സസബിൾ ടു എനി ട്രീറ്റ്മെൻറ്റ്. എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവർക്ക് ഒരു പ്രയോജനവും കാണത്തില്ല മിക്കവാറും. കാരണം അവർക്ക് അതില്ലാതെ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. ചില ആളുകളെന്ന് പറയുന്നത് ലിക്കർ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുപോലെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, കൂടുതൽ ക്രൈംസുകൾ പ്ലാൻ ചെയ്യുന്നത് ലിക്കർ ഷോപ്സ്, ബാറ്, റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇന്ത്യയിലെന്ന് പറയുന്നത് ഡ്രങ്കഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് അല്ല. പക്ഷേ അത് എന്തെങ്കിലും തരത്തിലുള്ള റാഷ് ഡ്രൈവിങ് അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ലൈക്ക് റേപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താകുന്നു? അതൊരു പ്രോബ്ലമായിട്ട് മാറുന്നു അല്ലെങ്കിൽ അതൊരു ക്രൈമായിട്ട് മാറുന്നു. ആൽക്കഹോളിസവും ക്രിമിനാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? ക്രൈംസ് എന്ന് പറയുന്നത് ലിക്കർ ഷോപ്പിലായിരിക്കും കൂടുതലും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഈ ഒഫൻഡേഴ്സ് കൂടുതലും ഈ ലിക്കർ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കും. ലിക്കർ ഷോപ്പിലേക്ക് മണി സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇല്ലീഗലി മണി അക്വയർ ചെയ്യുന്നു. പിന്നെ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു?
ഇൻഹിബിഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ജുവനൈൽ ഡെലിൻക്വസിയും ഡ്രിങ്കിങ്ങും തമ്മിൽ കൂടുതലും കണക്ഷനുണ്ട്. ഇതൊക്കെയാണ് ഈ ആൽക്കഹോളിസവും ക്രിമിനാലിറ്റിയും തമ്മിലുള്ള ബന്ധങ്ങൾ. ഇന്ത്യയിൽ ഇവിടെ ഇപ്പം നോക്കാം, മെഷേഴ്സ് ടു കൺട്രോൾ ആൽക്കഹോളിസം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കുറേ ലെജിസ്ലേറ്റീവ് മെഷേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആൽക്കഹോളിസം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആൽക്കഹോളിക് ബിവറേജസിൻ്റെ സെയിൽസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയും. അപ്പോൾ ഈ ആൽക്കഹോളിസം റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? മാനുഫാക്ചർ, അതുപോലെ ട്രാൻസ്പോർട്ട്, സെയിൽ ഓഫ് ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ സെയിൽസ്, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ കൺട്രോൾ കൊണ്ടുവരിക, അതിനൊക്കെ ലൈസൻസൊക്കെ ഏർപ്പെടുത്തുക, ഇതൊക്കെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. എല്ലാം എടുത്തതിന് ശേഷം പല സ്റ്റേറ്റുകളിലും ഈ ആൽക്കഹോളിസത്തിൻ്റെ ആ ടെൻഡൻസി കർബ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കുറേ പ്രൊഹിബിഷൻ ലോസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഓൺ ഡ്രഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ കൺവെൻഷനിലെ ഒരു സിഗ്നേറ്ററിയാണ്. അതുപോലെ തന്നെ ഡ്രഗ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നർക്കോട്ടിക് ഡ്രഗ്സും ഉണ്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസും ഉണ്ട്. ഈ നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ അകത്ത് ഒപ്പിയം, അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള മോർഫിൻ, ഹെറോയിന്, കൊക്കാലീവ്സ്, കൊക്കെയിന്, കനാബിസ്, അതൊക്കെയാണ് വരുന്നത്. അതുപോലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ അകത്താണ് ആംഫിറ്റാമിൻ ടൈപ്സ് ആയിട്ടുള്ള സ്റ്റിമുലൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനി നോൺ മെഡിക്കൽ യൂസ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്. എന്തിനാണത്? ഒരു അനാൽജസിക് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി. അത് എന്താണ്? ഒരു തരത്തിലുള്ള ഡ്രഗ് അഡിക്ഷനാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഈ ക്രൈമുമായിട്ട് ക്ലോസ്ലി ഇൻ്റർകണക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാട്ടുതീ പോലെയാണ് ഈ ഡ്രഗ് അഡിക്ഷൻ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേരിയസ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് കൊണ്ടുവരണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഇൻസാനിറ്റിയിൽ പഠിച്ചതുപോലെ തന്നെ ഇൻസാനിറ്റിയിൽ നമ്മൾ പറഞ്ഞു അതൊരു ഡിഫൻസാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ IPCയിൽ ഇവിടെയുണ്ട് ഡ്രങ്കഡ്നെസ്സും ക്രിമിനൽ ലയബിലിറ്റി. സെക്ഷൻ 85 ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്ത് പറയുന്നുണ്ട് വോളണ്ടറി ഡ്രങ്കഡ്നെസ് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ ഇൻവോളണ്ടറി ആയിട്ടുള്ളൊരു ഇൻടോക്സിക്കേഷനാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഡിഫൻസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ വില്ലില്ലാതെ അല്ലെങ്കിൽ അയാളുടെ നോളജ് ഇല്ലാതെയാണ് അയാളെ ഇൻടോക്സിക്കേറ്റഡ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ എന്തെങ്കിലും ക്രൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടുന്നതാണ്? അവിടെ ഒരു എക്സ്ക്യൂസ് കിട്ടുന്നതാണ്. ആർ വേഴ്സസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ലേഡി എല്ലാ ദിവസവും ഒരു യാർമൂത്ത് അല്ലെങ്കിൽ ഒരു ബാർലി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ആൽക്കഹോളാണുള്ളത്. അവരിത് ഡെയിലി കൺസ്യൂം ചെയ്യുന്നു. ഒരു ദിവസം അവർ ഒരു ഫുൾ വോഡ്ക കുടിച്ചതിന് ശേഷം അവരുടെ ഡോട്ടറിനെ കില്ല് ചെയ്യുകയാണ്. പിന്നെ ഈ വോളണ്ടറി ഇൻടോക്സിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കോടതി അവരെ ശിക്ഷിക്കുകയുണ്ടായി. കാരണം അവരിവിടെ ഈ ഇൻടോക്സിക്കേഷൻ സെക്ഷൻ 85 അല്ല, ഈ പറഞ്ഞ പോലെ വോളണ്ടറി ഡ്രങ്കഡ്നെസ് അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് അവർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കോടതി പറഞ്ഞു ഇല്ല, ഇത് വോളണ്ടറി ഡ്രങ്കഡ്നെസ് ആണ്, അതുകൊണ്ട് തന്നെ അവർ ലയബിളാണ് എന്നാണ് ഈ കേസിൽ പറയുന്നത്. അതുപോലെ കുറേ കേസുകൾ ഇവിടെ പറയുന്നുണ്ട്. മഹേന്ദ്രലാൽ ദാസ് വേഴ്സസ് എംബ്രർ എന്ന് പറഞ്ഞ കേസും ഇതുപോലെ തന്നെയായിരുന്നു. ഒരു ലേഡിയുമായിട്ട് ഒരു പോലീസ് ഓഫീസറിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വോളണ്ടറിലി ഗ്രീവിയസ് ഹേർട്ട് കോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ മർഡർ ചെയ്യുകയുമാണ് ചെയ്തത്. ഇവിടെയും ആ വ്യക്തി ലയബിളാണെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇനി ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂസ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത് ഒരിക്കലും സൊസൈറ്റിയിൽ പുതുതായിട്ട് വന്നൊരു കാര്യമല്ല, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ ഡ്രഗ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ചെറിയ രീതിയിൽ ഇതിൻ്റെ അകത്തൊരു അഡിക്ഷൻ കണ്ടെത്തിയാണ് ഇത് കൂടുതൽ ഇതായിട്ട് വന്നത്. ഇനി ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഹാബിഷ്വൽ യൂസാണ്. അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ബോഡീനെയൊക്കെ മാറ്റാൻ വേണ്ടി ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഡ്രഗ്
ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ക്രിമിനാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ പിന്നെ ഡ്രഗിൻ്റെ യൂസ് എന്ന് പറയുന്നത് ക്രൈമുമായിട്ട് മോസ്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇല്ലീഗൽ പർച്ചേസ് ആൻഡ് യൂസ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ഇൻ കൺട്രീസ് വെയർ ദ ഇല്ലീഗൽ മാനുഫാക്ചർ പൊസഷൻ ആൻഡ് യൂസ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആർ പ്രൊഹിബിറ്റഡ് ബൈ ലോയർ. നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉപയോഗമോ മാനുഫാക്ചറോ പൊസഷനോ ഒക്കെ നടത്തുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇല്ലീഗൽ പർച്ചേസ് നടത്തുന്നു. പിന്നെ ഈ കൺട്രീസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലീഗലി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി സെക്കൻഡ് കണക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് യൂസേജ് എന്താണ്, ക്രൈമുമായിട്ടുള്ള ഡ്രഗ് യൂസേജിൻ്റെ കണക്ഷൻ ഇല്ലീഗൽ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് മണി ടു പർച്ചേസ് നർക്കോട്ടിക് ഡ്രഗ്സ്. നർക്കോട്ടിക് ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഇല്ലീഗലി പണം സമ്പാദിക്കുന്നു. പിന്നെ ദ യൂസർ ഓഫ് ഡ്രഗ് യൂഷ്വലി റിസോർട്ട് ടു തെഫ്റ്റ്. പിന്നെ ഈ യൂസർ എന്ത് ചെയ്യുന്നു, തെഫ്റ്റിലേക്കും ബർഗ്ലറി, റോബറി, ഫോർജറി, ലോണ്ടറിങ് മണിയിലേക്ക് പോകുന്നു. അതുപോലെ വുമൺ ഡ്രഗ് യൂസേഴ്സ് എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. ഇനി ഡ്രഗ് അഡിക്ഷൻ്റെ മേജർ കോസുകൾ എന്തൊക്കെയാണ്, പിന്നെ അല്ലെങ്കിൽ ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് വരാനുള്ളതിൻ്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫൊക്കെ ഫെയിലിയർ ആകുന്നു, പേരൻ്റൽ കെയർ കിട്ടാതിരിക്കുന്നു, പിന്നെ ഈ മെൻ്റൽ പ്രോബ്ലത്തിൽ നിന്നൊരു റിലീഫിന് വേണ്ടി ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി, പിന്നെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, സോഷ്യൽ ഡിസോർഗനൈസേഷൻ, പിന്നെന്താണ് ടു അവോയ്ഡ് ഇൻഹിബിഷൻസ് ഫോർ ഡൂയിങ് സം അൺഡിസൈറബിൾ ആക്ട്. ചില അൺഡിസൈറബിൾ ആക്റ്റുകൾ ചെയ്യുമ്പോൾ അവിടെ ഇൻഹിബിഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം കിട്ടാൻ നല്ലൊരു മരുന്നായിട്ട് ചിലപ്പം ചിലർ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. ഗ്രാജുവലി എന്താകുന്നു, അവർ ആ ഡ്രഗിനോട് അഡിക്റ്റഡ് ആകുന്നു. പിന്നെ ഈ ഡ്രഗ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ എത്തിച്ചേരുന്നു. ഇനി എങ്ങനെയൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡ്രഗിൻ്റെ പ്രൊഡക്ഷനും സെയിലും യൂസും ഒക്കെ ലെജിസ്ലേഷൻ വഴി, നിയമം വഴി എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. അതുപോലെ പേരൻ്റൽ കെയർ വീട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ മാസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ നടത്തുക. അതുപോലെ തന്നെ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ ഡ്രഗുമായിട്ടുള്ള ഈ ഡ്രഗ് പ്രൊഹിബിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെയെന്ന് പറയുന്നത് പബ്ലിസിറ്റി കൊടുക്കുക. ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് അവെയർനെസ് കൊടുക്കുക, ഡ്രഗ് യൂസ് ചെയ്താൽ എന്തൊക്കെ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ മറ്റൊരു മെത്തേഡാണ്. ഇന്ത്യയിൽ 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നും പറഞ്ഞിട്ടൊരു ആക്ട് പാസ് ചെയ്തു. അപ്പോൾ ഈ ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ഈ ആക്ടിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ഇല്ലീഗലി പർച്ചേസ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, പോസസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം പണിഷ്മെൻറ്റ് 10 വർഷത്തിൽ നിന്നും 20 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യാൻ അതിൻ്റെ കമ്മീഷനും അത് നടത്താനുള്ള അറ്റംപ്റ്റ് രണ്ടും ആയിക്കോട്ടെ, അറ്റംപ്റ്റ് ആണെങ്കിൽ പോലും ഒരേ ക്വാണ്ടം ഓഫ് പണിഷ്മെൻ്റ് ആക്കി. ഇനി ഒരു ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ റെപ്പറ്റീഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ 15 വർഷം എന്നുള്ള പണിഷ്മെൻറ്റ് 30 വർഷത്തേക്കും 1.5 കോടി രൂപ ഫൈൻ 3 കോടിയിലേക്കും എൻഹാൻസ് ചെയ്യും. അതുപോലെ കമ്പനീസിനെ ഈ ആക്ടിൻ്റെ പെർവ്യൂവിൽ കൊണ്ടുവന്നു. ഒഫൻഡേഴ്സിന് ഒരിക്കലും പിന്നെ ഈ ആക്ട് പ്രകാരം പ്രൊബേഷൻ കൊടുക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ എൻഫോഴ്സിങ് മെഷീനറിക്ക് വൈഡ് പവേഴ്സ് കൊടുത്തു. എന്തിനൊക്കെ വേണ്ടി, സീഷർ നടത്തുന്നതിന് വേണ്ടിയും ഈ നർക്കോട്ടിക് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയും. എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി ഫോർ കൺട്രോളിങ് ദ അബ്യൂസ് ഓഫ് ഡ്രഗ്സ് അറ്റ് സെൻട്രൽ ലെവൽ. അപ്പോൾ സെൻട്രൽ ലെവലിൽ ഈ ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോ എൻഫോഴ്സിങ് അതോറിറ്റീസ് ആരൊക്കെയാണ്? കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, നർക്കോട്ടിക് കമ്മീഷണർ, സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ, ഇവരൊക്കെയാണ്. ഇനി സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ്? സ്റ്റേറ്റ് എക്സൈസ്, പോലീസ്, അതുപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റീസ് ഒക്കെയാണ് വരുന്നത്. എന്തിനു വേണ്ടി? ഈ ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസും ഒക്കെ തടയുന്നത്
ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഡ്രഗിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇതൊരു ക്രൈമാണ്. പക്ഷേ എന്താണ്, വിക്ടിംലെസ് ക്രൈമാണ്. ഇവിടുത്തെ ആ ഡ്രഗ് അഡിക്റ്റ് തന്നെയായിരിക്കും എന്തായിട്ട് മാറുന്നത്, ഇവിടെ വിക്ടിമായിട്ട് മാറുന്നത്. ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ മനസ്സിലായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്